വയനാട്ടിൽ നിന്ന് ഞാൻ PV ജോഷിലേക്ക് കൂടെ കൂട്ടുകയാണ്. അവിടെ വെള്ളാർമല സ്കൂളിൽ ഒരു ദുരന്തത്തിന് ശേഷം കുഞ്ഞുങ്ങൾ വീണ്ടും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലുകുത്താനൊരുങ്ങുകയാണ്. വെള്ളാർമല സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ SSLC റിസൾട്ട് നമ്മൾ കണ്ടതാണ്. 100 മേനി വിജയം കൊയ്ത സ്കൂളുകളിലൊന്നായി വെള്ളാർമല സ്കൂൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരു ദുരന്തത്തെ അതിജീവിച്ച് ആ ഓർമ്മകൾ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ലോകത്തേക്ക് കാലുകുത്തുന്നത് പോലെയാണ് വെള്ളാർമല സ്കൂളിലെ പുതിയൊരു അധ്യയന വർഷം ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ജോഷിലയിലേക്ക് പോകാം. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. വളരെ സന്തോഷം കാണാനുണ്ട് ജോഷിലയുടെ മുഖത്തും. നേരത്തെ ഷീജ 1ാം ക്ലാസ്സിൽ കയറിയ അതേ അനുഭവമായിരുന്നു. ഇപ്പോൾ ഇതാ ജോഷിലയുടെ മുഖത്തും അതേ സന്തോഷം കാണാനുണ്ട്. സ്കൂളിലെത്തുമ്പോൾ നമ്മളെല്ലാവരും അറിയാതെ ഒരു കുഞ്ഞുകുട്ടിയായി കഴിയുമല്ലേ? തീർച്ചയായും വിനിഷ, ഇവിടേക്ക് വരുമ്പോൾ ഒന്നുകൂടി പഠിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. ഒന്നുകൂടി സ്കൂളിലേക്ക് പോകാൻ. ഞങ്ങൾ പഠിച്ച സ്കൂളൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഒരു ബെഞ്ചിൽ 5 പേരും 6 പേരെയും ഇരുത്തിക്കൊണ്ട് പോയിരുന്ന് ആ ഒരു വലിയൊരു മഴക്കാലത്ത് ഇറങ്ങിയിരുന്ന് പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി. എന്നാലും ഒരു പുസ്തകത്തിൻ്റെ മണം, ഇതൊക്കെ വന്നിരുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അത് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഹൈടെക് ആയിട്ടുള്ള ഒരു സ്കൂളിനെയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നു, മനസ്സ് നിറഞ്ഞു പോകുന്നു. കുട്ടികൾ അന്ന് കരഞ്ഞ കുട്ടികളായിരിക്കില്ല ഒരുപക്ഷെ ഇവിടേക്ക് വരുന്നത്. വെള്ളാർമല സ്കൂള് നമുക്കറിയാം, ദുരന്തത്തിൽ വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ആ സ്കൂള് ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിനടുത്താണ് പ്രവർത്തിക്കുന്നത്. ആ സ്കൂൾ പക്ഷേ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വലിയ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികൾ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു സ്കൂൾ ക്ലാസ് മുറികളൊക്കെ കാണേണ്ടത് തന്നെയാണ് വിനിഷ. ഹൈടെക് എന്ന് പറഞ്ഞാൽ ഹൈടെക് എന്ന് വേണം പറയാൻ. കുട്ടികൾ കൈയും വീശി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇവിടേക്ക് ബാഗ്, സ്കൂൾ പുസ്തകങ്ങൾ എല്ലാം ഒരുക്കിയിട്ട് അധ്യാപകർ അവരെ കാത്തിരിക്കുകയാണ്. ഇന്നലെ 3:30 വരെ ഇവിടെ നിന്ന് എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അധ്യാപകർ. ഇതൊക്കെ നോക്കും, നമുക്ക് വിഷ്വലിൽ കാണാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് മുറി കുട്ടികൾക്ക് വേണ്ടി TV അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഈ കുട്ടികൾ വന്ന് ആ ബാഗിന് മുന്നിൽ ഇരുന്നാൽ മതി. പഠിപ്പിക്കുന്നത് പോലും വളരെ രസകരമായ രീതിയിലേക്ക് കുട്ടികളെ, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിക്കാവുന്ന എല്ലാ ഹൈടെക് പദ്ധതികളും തയ്യാറാക്കിയിരിക്കുകയാണ്. പുതിയ ക്ലാസ് മുറികളിലേക്ക് അവർ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏറ്റവും അധികം റിസൾട്ട് 100% റിസൾട്ടാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ കൈവരിച്ചത്. അവരെ അങ്ങനെ ആക്കി തീർക്കാൻ, അവരെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആക്കി തീർക്കാൻ ഇവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ കൂടെ നിന്ന എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട്. ആ നാട്ടുകാർ തന്നെയാണ്, അതായത് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിലൊരു ക്ലാസ് മുറികൾ പോലും അവർക്ക് ആയി ഒരുക്കിയിരിക്കുന്നത്. അവർ പുതിയ ക്ലാസ് മുറികളിലേക്ക് വരികയാണ്. നമുക്ക് ഉണ്ണികൃഷ്ണൻ മാഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പൊട്ടിക്കരഞ്ഞിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷ് ഇന്ന് മനസ്സ് നിറഞ്ഞ് പുതിയ കുട്ടികളെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. ഇന്നലെ 3:30 വരെ, പുലർച്ചെ 3:30 വരെ ഇവിടെ ഉണ്ടായിരുന്ന മാഷാണ്. എല്ലാം ഒരുക്കാൻ വേണ്ടി നിന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഉറക്കമുണർന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. എനിക്ക് വിശേഷം ആ നാട്ടുകാർക്ക് പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാഷെ ബുദ്ധിമുട്ടിച്ച് ഇവിടേക്ക് വരുത്തിച്ചത്. മാഷെ എന്ത് പറയുന്നു? ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമല്ലേ, എല്ലാം സന്തോഷം. എല്ലാം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഉച്ചഭക്ഷണമുണ്ട്, പായസമുണ്ട്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. കണ്ടല്ലോ, എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലാപരിപാടികളുണ്ട്. കലാപരിപാടികൾ, അതായത് കിഷോർ കുമാർ എന്ന് പറയുന്ന ഒരു സാക്സോഫോൺ സോളോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബാൻഡ് ടീം ഇവിടെ വന്നിട്ട് ഒരു പെർഫോം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഏറെ സന്തോഷമായിരിക്കും. എല്ലാം കൊണ്ട് അവർക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിനമാവട്ടെ. പിന്നെ എന്താ പറയുക, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഞങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ അത് എല്ലാം കൊണ്ട് സന്തോഷം. ചിത്രകാരന്മാരുടെ കൂട്ടായ്മ, ഈ വയനാട് ജില്ലയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയ ചുവർ ചിത്രങ്ങളാണിത്. കുട്ടികൾക്കായി ഒരുക്കിയ ചുവർ ചിത്രങ്ങളാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇനി ക്ലാസ് മുറികളിലേക്ക് നമുക്ക് പോകാം. ക്ലാസ് മുറികൾ 2 കുട്ടികൾ ഒരു ബെഞ്ചിൽ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ അവരുമായി ഇൻറ്ററാക്ഷൻ നടത്താനുള്ള മോണിറ്റർ, അത് സൗണ്ട് സിസ്റ്റം, ഇതൊക്കെ തന്നെ അതായത് വളരെ ഹൈടെക് ആയി ഒരുക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 3:30, പുലർച്ചെ 3:30 വരെ എല്ലാ
അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു കുട്ടികളെ വരവേൽക്കാനായി. നമുക്ക് ആ ക്ലാസ് മുറികളിലെ ഓരോ ബെഞ്ചിലും നിൽക്കുന്ന ഡെസ്കിലും ഉള്ള ഓരോ ബാഗുകൾ പുസ്തകങ്ങളടക്കം തയ്യാറാക്കിക്കൊണ്ടുള്ള ബാഗുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ കയ്യും വീശി വന്നാൽ മതി, അവർക്ക് വന്നിരുന്നാൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂൾ ബാഗ് അടക്കം നിരത്തി വെച്ചിരിക്കുകയാണ്. ഓരോ സ്കൂൾ ബാഗിലും അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങളൊക്കെ തന്നെ ഇന്നലെ അധ്യാപകർ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടേക്ക് വന്നിരുന്ന് പഠിച്ചാൽ മാത്രം മതി. അതും ആദ്യത്തെ ദിവസം പഠനമൊന്നുമല്ല, പല മ്യൂസിക് ഫ്യൂഷൻ അടക്കം തയ്യാറാക്കിക്കൊണ്ട് അവരെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് അധ്യാപകർ. രാവിലെ തന്നെ നമ്മൾ വരും എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ 3:30 പോയ ഉണ്ണിമാഷ് ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. രാവിലെ തന്നെ മാഷും കുട്ടികളെ വരവേൽക്കാനുള്ള ഒരു ആകാംക്ഷയിലുമൊക്കെയാണ്. പുതുതായി എത്ര കുട്ടികൾ, എങ്ങനെയാണ് ഇന്ന് എത്ര കുട്ടികൾ ഇവിടേക്ക് എത്തും എന്നൊക്കെ? ഇന്ന് നമുക്കൊരു 30 കുട്ടികൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. പിന്നെ രാവിലെ അവർക്ക് മധുര പലഹാര വിതരണമുണ്ട്, പായസമുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ട്. എന്താ പായസം? ഇത് നമ്മുടെ സേമിയ പായസം. നേരത്തെ പായസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പായസമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലാപരിപാടികളുണ്ട്. മ്യൂസിക് ഫ്യൂഷൻ, കിഷോർ കുമാർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ സാക്സോഫോൺ വാദകൻ്റെ സാക്സോഫോൺ ഫ്യൂഷൻ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഇന്നൊരു ഉത്സവമാക്കി തീർക്കുകയാണ് ഇവിടെ. പിന്നെ അറിയാമല്ലോ, ഞങ്ങൾക്ക് ഈ വർഷം ഒരു സന്തോഷത്തിൻ്റെ വർഷമാണ്. റിസൾട്ട് എങ്ങനെയുണ്ട്? മറ്റ് ഹയർ സെക്കൻഡറി ഒക്കെ വന്നപ്പോൾ ഹയർ സെക്കൻഡറി നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഒരു നല്ല വർഷം ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പഴയ അധ്യായമൊക്കെ ഞങ്ങൾ അടച്ചു. ഇനി ആ ദുരന്തത്തിന്റെ ഓർമ്മകളുമില്ല, ഒന്നുമില്ല. ഇനി ഞങ്ങൾ പുതിയൊരു ജീവിതം. വിനിഷ, മറ്റൊരാളെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. ഇന്നലെ ഇവിടേക്ക് എത്തിച്ചേർന്ന ആളാണ്. തൃശ്ശൂരിൽ നിന്ന് ഈ സ്കൂളിനെ ഒരുക്കാൻ വേണ്ടി സ്വയം സന്നദ്ധനായി ഇവിടേക്ക് എത്തിച്ചേർന്ന ആളാണ്. ഈ സ്കൂളിനോടും വെള്ളാർമലയോടും ഈ വയനാടിനോടുമുള്ള സ്നേഹം അത് അദ്ദേഹം എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം എത്തിച്ചേർന്ന, സ്വയം സന്നദ്ധനായി ഇവിടേക്ക് എത്തിച്ചേർന്ന, ഇന്നലെ പുലർച്ചെ അധ്യാപകരോടൊപ്പം നിന്ന് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി കൂടെ നിന്ന ആളാണ്. പേര്? എൻ്റെ പേര് രമേശ്. എവിടുന്ന? തൃശ്ശൂർ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ പൊങ്ങണങ്കാട് എന്ന് പറയും, ആ ഭാഗത്തുനിന്നാണ് വരുന്നത്. എന്താ ഇങ്ങനെ ഒരു വരവിൻ്റെ? അല്ല, വരവിൻ്റെ എന്ന് വെച്ചാൽ ഈ പ്രളയം ഇത് നടന്നതിന് ശേഷം ഈ സ്കൂളും ഈ വിഷയം അല്ല ഇവരുടെ ഒരു എന്താ പറയുക, കുട്ടികളോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും, പ്രത്യേകിച്ച് ഉണ്ണിമാഷിന് കുട്ടികളോടുള്ള ആ ഒരു സ്നേഹം, സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഉണ്ണിമാഷിൻ്റെ കരച്ചിലും ആ വിഷമം ബുദ്ധിമുട്ടും പിന്നെ മറ്റുള്ള അധ്യാപകരുടെ ആ ബുദ്ധിമുട്ടെല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ചാണ് ഒന്ന് വയനാട്ടിൽ വരണം, ഒന്ന് ഈ സ്കൂളൊക്കെ ഒന്ന് കാണണം, സാർമാരെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവരെ സഹായിക്കാൻ കൂടിയല്ലേ? ഇതൊരു സഹായമല്ല, കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ സഹായിക്കുന്നതിൽ ഉപരി ഇവിടെയുള്ള, അതായത് എല്ലാം അതിജീവിച്ച് വന്ന ആ കൊച്ചു കുരുന്നുകളെ അവരെയൊക്കെ ഒന്ന് കാണുക, അവരോടൊപ്പം ഒന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹമാണ് ഈ ബലൂണും ഈ ആർച്ചും ഒക്കെ ചെയ്തു തന്നത്. അദ്ദേഹമാണ് എല്ലാം ചെയ്തത്. വിനിഷ, ഇതാണ് അല്പസമയം കഴിഞ്ഞാൽ കുട്ടികൾ എത്തി തുടങ്ങും. അപ്പോൾ നമുക്ക് കുട്ടികളുമായിട്ട് സംവദിക്കാം. എന്തായാലും വെള്ളാർമല സ്കൂൾ, അതായത് ഇപ്പോൾ മേപ്പാടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളാർമല സ്കൂൾ എല്ലാ ദുരന്തങ്ങളെയും മറന്നുകൊണ്ട് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ കുട്ടികളെ വരവേൽക്കാനായി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ വലിയൊരു റിസൾട്ട് SSLC പരീക്ഷയിലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലും ഒക്കെ തന്നെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. അതിനുമപ്പുറം എല്ലാം മറന്ന് ഇനി പുതിയ ജീവിതത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഹൈടെക് വിദ്യാർത്ഥികളായി അവരെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം. വിനിഷ.